കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും കരുണയും കരുതലും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം അവിടുന്ന് തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്. സ്വർഗസ്ഥനായ പിതാവ് എന്റെ പിതാവാണ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഏതു സമയത്തും അടുത്തു വരാൻ നമുക്കിടയാവണം. കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വരാൻ ഇടയായാൽ ഒരു ദുഷ്ടശക്തികളും നമ്മളെ തൊടില്ല. ദുഷ്ടനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവിടെ നമ്മളോട് അടുത്ത് വരും. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് ആത്മാവിൽ കയറാൻ, അടുത്ത തലത്തിലേക്ക് കയറാൻ നമുക്കിടയാവണം. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ ഈ ദിവസങ്ങൾ നമുക്കിടയാവണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. വേറൊക്കെ എവിടെങ്കിലുമൊക്കെ നോക്കിയാൽ പ്രിയരെ ഒത്തിരി കുറവുകൾ നമുക്ക് കാണാൻ പറ്റും, പരാജയങ്ങൾ കാണാൻ പറ്റും. മറ്റുള്ളവരെ നമുക്ക് നോക്കിയാൽ അപാകതകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ നോക്കുമ്പോൾ വലിയ വിജയത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയും. പരാജയപ്പെടാനല്ല അവിടെ നമ്മെ വിളിച്ചത്. വിടുതലോടെ മുമ്പോട്ട് പോകാൻ, സൗഖ്യത്തോടെ മുമ്പോട്ട് പോകാൻ, ജയത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്കിടയാവണം. നമുക്കിന്നും പറയാൻ കഴിയണം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായൊരു പ്രഖ്യാപനം ചെയ്ത് വിശുദ്ധിയോടെ മുമ്പോട്ട് പോകാനിടയാവും. ഒരിക്കലും അവിടെ നമ്മളെ തള്ളിക്കളയത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മാർവോടെ അണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. അവിടുത്തെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി. വളരെ സുപരിതവും ഒത്തിരി പ്രസംഗം കേട്ട ഒരു ഭാഗം 118-ാം സങ്കീർത്തനം 15-ാം വാക്യം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തി. അടുത്ത വാക്യവും യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് എന്ന് അപരനുഗ്രഹം പറയണം. ഇസ്രായേൽ മക്കൾ പറയണം. യഹോവ ഭക്തന്മാർ ഒരുമിച്ച് പറയണം. എന്നിട്ട് പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഒരു ശക്തിക്കും എന്നോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രഭുക്കന്മാരെല്ലാം ആശ്രയിക്കരുത്, ദൈവത്തിനെ ആശ്രയിക്കണം. നമ്മുടെ കുറിവാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. അതിന്റെ നടുവിൽ പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാൻ. എപ്പോഴാണെന്നറിയാമോ? സകല ശക്തികളും ചുറ്റിവളഞ്ഞ ഒരു സമയം, ഞെരുങ്ങിപ്പോയ ഒരു സമയം, ജീവന് ഭീഷണി വന്ന സമയം, തീർന്നു എന്ന് പറഞ്ഞ സമയം. അടുത്ത ഭാഗമൊക്കെ ശ്രദ്ധിക്കൂ. തേനീച്ച പോലെ ചുറ്റിവളഞ്ഞ ഒരവസരം, എല്ലാ സൈഡിലും ആക്രമിക്കപ്പെട്ട അനുഭവങ്ങൾ, 4 സൈഡിലും ഭീതി എന്ന അപസൂതി കേട്ടപ്പോ ചുറ്റിവളഞ്ഞു നിൽക്കുകയാണ്. മുൻപോട്ട് വിടത്തില്ലെന്നും പുറപ്പെടുവിക്കത്തില്ലെന്നും പറഞ്ഞ്
ശക്തമായി പാഞ്ഞടുത്ത ശക്തി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ടെടുക്കുവാൻ കഴിയാതെ 4 സൈഡിലും ചുറ്റി വളഞ്ഞ് വരിഞ്ഞു മുറുക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുന്നു. തേനീച്ച പോലെ ചുറ്റി വളഞ്ഞതിനെ മുഴ്ത്തി കെടുത്തുന്നത് പോലെ കെടുത്തിയ ഒരു ദൈവം, സർവശക്തനായ ദൈവമാണ്. തീങ്കൽ മെഴുക ഉരുക്കിയതുപോലെ ദുഷ്ടശക്തികളെ ഉരുക്കിക്കളഞ്ഞ ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. സ്തോത്രം ചെയ്യണം. ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കിയ ദൈവം നമ്മുടെ ദൈവമാണ്. ശത്രുവിനെ കാൽക്കീഴാക്കിയ ദൈവം നമ്മൾ സേവിക്കുന്ന ദൈവമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന നമ്മുടെ കർത്താവാണ്. അങ്ങനെ തേനീച്ച പോലെ ചുറ്റി വളഞ്ഞ ശക്തികളെ മുൾത്തി പോലെ കെടുത്തിക്കഴിഞ്ഞപ്പോൾ ഭക്തൻ പറയുകയാണ്, അതുവരെ ചിരിക്കാൻ കഴിയാത്ത, സന്തോഷിക്കാൻ കഴിയാത്ത സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്ന വേദനകൾ കടിച്ചമർത്തിയ സമയങ്ങളെ അതിജീവിച്ചപ്പോ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഞങ്ങളുടെ കൂടാരങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, എല്ലാം പ്രതികൂലമാകുമ്പോഴും ആ പ്രതികൂലങ്ങളെ തകർത്ത് തന്റെ ജനത്തിന് ജയം നൽകുമ്പോൾ നമ്മുടെ കൂടാരങ്ങളിൽ ഉല്ലാസമുണ്ട്. ജയത്തിന്റെ കോശം ബഹുദൂരം കേൾക്കുന്ന ജയകോശമുണ്ട്. ശത്രു പരാജയപ്പെട്ടതും ഫറവോന് ഞാൻ ഇനി അടിമയല്ലെന്നും മിര്യാമിന്റെ നേതൃത്വത്തിൽ അവർ തപ്പെടുത്ത് പാടി സ്തോത്രം ചെയ്ത്. കാരണം ഉല്ലാസം അവിടെ വ്യാപരിക്കുകയാണ്. ജയത്തിന്റെ ഫേരി മുഴക്കുകയാണ്. ചെങ്കടലിനെ വറ്റിച്ചു കളഞ്ഞ ദൈവം, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ട ദൈവം, ശത്രു മുൻപാകെ മേശയൊരുക്കിയ ദൈവത്തെ കുറിച്ച് അവർ പാടുകയാണ്. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം ചെയ്യാമോ? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അവർ പാടുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നതാണ്. ഉയർന്നിരിക്കുന്ന വലങ്കൈയാണ്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ജീവനെതിരെ ഭീഷണി വന്നപ്പോൾ പറയുകയാണ്, ആരോഗ്യത്തിനെതിരെ, അധികാരത്തിനെതിരെ, നിന്റെ പൊസിഷനെതിരെ വെല്ലുവിളിച്ചോ പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. കാരണം എനിക്ക് ജയം നൽകിയ ഒരു ദൈവം, ഉല്ലാസത്തിന്റെ ആനന്ദത്തിന്റെ നദിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ആനന്ദ നദി ഞങ്ങളെ കുടിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരമാണ് ഞങ്ങളെ ചലിപ്പിക്കുന്നത്. സ്തോത്രം ചെയ്ത ദൈവത്തിന് മഹത്വം കരയേറ്റു. ഇന്നും അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, ദൈവപ്രവൃത്തി തീർന്നു പോയിട്ടില്ല, അവിടുത്തെ ശക്തി തീർന്നു പോയിട്ടില്ല, തിരുമഹത്വം തീർന്നു പോയിട്ടില്ല. എത്രയോ പേർ വേദനിക്കുന്നു, സങ്കടപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഇപ്പോൾ ഇറങ്ങുകയാ, ദൈവശക്തി ഇറങ്ങുകയാ, അത്ഭുതങ്ങൾ സംഭവിക്കുക, ദൈവാത്മാവിന്റെ ഇടപെടൽ വരികയാ. ഉല്ലാസമുണ്ടാകട്ടെ, ജയത്തിന്റെ കോശം നിങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടാകട്ടെ. മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ ഇന്ന് പോൽ സംഭവിക്കുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം ഞങ്ങളുടെ കൂടാരങ്ങൾ വെളിപ്പെടത്തക്ക രീതിയിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമാക്കുന്നതിന് സ്തോത്രം. ദൈവ സാന്നിധ്യം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. തെനിച്ച പോലെ ചുറ്റി വളഞ്ഞതിനെ മുൾത്തി പോലെ കെടുത്തിയിരിക്കാൻ സ്തോത്രം. ദുഷ്ടശക്തിയുടെ കയറുകൾ പൊട്ടി മാറിയതിന് സ്തോത്രം.
ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. ഈ ബലത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ മൂവ് ചെയ്യും. സകല മഹത്വവും തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, ധൈര്യത്തോടെ പറ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം ഞങ്ങളുടെ കൂടാരങ്ങളുണ്ട്. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ